ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗാട്ടിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു, അയോഗ്യയാക്കി. ആരാണ് ഉത്തരവാദി? എനിക്കിത് കേട്ടിട്ടുണ്ട്. സങ്കടം തോന്നിയെങ്കിലും യാതൊരു സഹതാപവും ഇല്ല. ഉള്ള കാര്യം ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്. ഒരു സഹതാപവും ആ മെഡൽ നഷ്ടപ്പെട്ട ആ പെൺകുച്ചിനോടും ഇല്ല, അവരുടെ കോച്ചിനോടും ഇല്ല, അവരെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടവരോടും ഇല്ല. പ്രധാനമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചാബിലെ മുഖ്യമന്ത്രി ആ പെണ്ണിന്റെ വീട്ടിൽ പോയി, അല്ലെ ഇവിടെ കിടന്നുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു ഒറ്റ അഭിപ്രായമുള്ളൂ, എനിക്ക് യാതൊരു സഹതാപവുമില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവനെന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യമുണ്ടെന്നേ, ചുമ്മാ ഒന്നുമല്ല ഇങ്ങനെയൊന്നും പറയുന്നത്. മനസ്സിന്റെ വിഷമം കൊണ്ട് പറയുക. ഇവരൊക്കെ അങ്ങോട്ട് പോയതേ നമ്മളും കൂടെ കൊടുത്ത ടാക്സ് മണി ഉപയോഗിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നേരെ ചൊവ്വേ പോയി കളിച്ച് മെഡലും മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാ, അല്ലാതെ ഉടായ്പ പരിപാടിയായിട്ട് പോകാനായിട്ടല്ല. ആര് ഉടായ്പ കാണിച്ചു? അത് ഈ പെങ്കുച്ച് കാണിച്ചോ, അവരുടെ കോച്ച് കാണിച്ചോ, അവരുടെ ന്യൂട്രീഷനിസ്റ്റ് കാണിച്ചോ, അതോ അവരുടെ ഡോക്ടർ കാണിച്ചു? ഇത് നമുക്കറിയില്ല. പക്ഷെ ആരോ ഇതിനകത്ത് കൂടായ്പ കാണിച്ചു, അല്ല ഏതോ ഒരു ടീം ഈ പെണ്ണെ കൊണ്ട് വേണ്ടാത് ചെയ്തു. അതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്? പ്രമോദ് പെരുമ്പായിക്ക് ഇന്ന് രാവിലെ ഉണർന്നു വന്നിട്ട് TV ഓൺ ചെയ്തത്, നല്ലൊരു ദിവസമാണല്ലോ ഇന്ന്, എന്തായാലും ഒരു മെഡൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, സ്വർണ്ണ അല്ലേ വെള്ളി എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തോടു കൂടിയൊക്കെയാണ് TV ഓൺ ചെയ്തതും വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചതും. അപ്പോൾ ഈ ഗെയിം ഒന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ കേൾക്കുന്ന വാർത്ത ഡിസ്ക്വാളിഫൈ ആയെന്നാണ്. കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. നമ്മുടെ രാജ്യത്തിന് ഇത് അപമാനമാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചാലും ഞാൻ പറയുന്നത് രാജ്യത്തിന് അപമാനം തന്നെയാണ്. ഞാൻ കണ്ടു, പലരുടെയും പ്രതികരണം അവിടെ കണ്ടു. പ്രതിപക്ഷ നേതാവ് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഞാനില്ല. അന്യായമായിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ കൂട്ടി നിൽക്കത്തില്ല. അത് എന്റെ വാശിയാണെന്ന് കൂട്ടി ഞാനൊന്ന് വിശദീകരിച്ചു തരട്ടെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന്. 29 വയസ്സുള്ള ഒരു പെൺകുട്ടി വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് പല ഗെയിമുകളിലും, കോമൺവെൽത്ത് ഗെയിം, ഏഷ്യാഡ്, ഇതുപോലുള്ള പലതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മെഡലുകളൊക്കെ വാങ്ങിച്ച് മുമ്പോട്ട് കയറി വന്ന ആളാണ്. അല്ല ഒറ്റയടിക്ക് ഇന്നലെ ചാടിക്കയറി വന്നതല്ല. നമുക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടി തന്നെയാണ്. നാഷണൽ ലെവലിലൊക്കെ പല മത്സരങ്ങളിലും. അവരുടെ എലിജിബിലിറ്റിയെ കുറിച്ച് യാതൊരു സംശയം വേണ്ട. പക്ഷെ ഇതുവരെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ 2023 വരെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഈ പെൺകുട്ടി എന്തിന് 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറി? ആരാണ് അവളെ ഡീമോട്ടിവേറ്റ് ചെയ്തത്? ആരാണ് ഈ കോൺസ്പിറസി ഉണ്ടാക്കിയത്? 18, 19, 20 വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ല എന്ന് ഓർത്തോണം. 29 വയസ്സായി. ആ പെൺകുട്ടിയെ എന്തിന് ഈ 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് തള്ളിവിട്ടു? ആരാണ് അവളെ ബ്രെയിൻ വാഷ് ചെയ്തത്? അത് ആദ്യം കണ്ടുപിടിക്കണം. ഒരു മെഡൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം, ഷോർട്ട് കട്ട്. ഇതിനൊക്കെയാണ് ജനറലി മലയാളത്തിൽ ഉഡായിപ്പ് എന്ന് പറയുന്നത്. വേണ്ടാതിനും ചെയ്യിപ്പിച്ചു ആ പെണ്ണിനെ കൊണ്ട്. അതിനകത്ത് ഒരു പക്ഷേ അവളുടെ അപ്പനും അമ്മയും ഉത്തരവാദിയാണെങ്കിൽ പോലും വെറുതെ വിടരുത്. എന്തിനിങ്ങനെ ചെയ്തു? കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടിയോറ് മാന്തിക്കാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതല്ലേ ഇവിടെ ചെയ്തത്. എന്നിട്ട് ആ ഡോക്ടറുടെ ഒരു പ്രസംഗം ആ PT ഉഷയുടെ അപ്പുറത്ത് നിന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇവിടെ ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ ഭാരം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത്, ഭാരം കുറച്ച് കാണിച്ച് മത്സരിക്കുക, എന്നിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക, അത് വളരെ കോമൺ ആണ്. അല്ലാതെ അതൊരു അൺയൂഷ്വൽ ആയിട്ടൊരു കാര്യമല്ല എന്ന്. ആയിക്കോളൂ, നിങ്ങൾ 1 കിലോയോ 1/2 കിലോയോ ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിക്കോ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഞങ്ങളാരും ഇതുവരെ ഒളിമ്പിക്സ് കാണാത്തവരാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള മത്സരങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുപോലത്തെ വീരവാദം ഒന്നും വിളിച്ച് പറയില്ല. മണ്ടത്തരമാണ്, ആനമണ്ടത്തരാണ് താങ്കൾ പറഞ്ഞത്. അതുപോലെ ഈ ഡോക്ടർ വേറൊരു മണ്ടത്തരം കൂടെ വിളിച്ചു പറഞ്ഞു. ഞാൻ മരമണ്ടൻ എന്ന് പറയുന്നു. ഇയാൾ പറഞ്ഞെന്താന്നോ? 2 കിലോ വെയിറ്റ് കൂടിയായിരുന്നു. ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി രാത്രി മുഴുവൻ പരിശീലനമായിരുന്നു, രാത്രി മുഴുവൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അത് എന്തോ സാധനോടെ കഴിച്ചത്? 8 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ കൊണ്ട് 2 കിലോ വെയിറ്റ് കൂടാനും മാത്രമല്ല എന്ത് സാധനം അതാണ് ആ കൊച്ചിന്റെ ശരീരത്തിലേക്ക് കൊടുത്തത്? നിങ്ങൾക്ക് മനുഷ്യനാണല്ലോ. എവിടെ ന്യൂട്രീഷനിസ്റ്റ്? ഇങ്ങനെയാണോ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കേണ്ടത്? ഇതൊരു മെഷീനൊന്നും അല്ലല്ലോ. ഒരു മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ എങ്ങനെ പിഴിയുക അല്ലെ, പിഴിഞ്ഞിട്ട് തള്ളി ഒരു കാറ്റഗറി കൊണ്ട് നിർത്തുക, എന്നിട്ട് ശരിക്കും ആ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചാടിക്കുന്നു പറഞ്ഞ പോലെ അതേ പരിപാടി തന്നെ മറ്റൊരു കാറ്റഗറിയിൽ 53 വിഭാഗത്തിൽ ഇത്രയും കാലവും മത്സരിച്ച ആ കുട്ടിയെ കൊണ്ട് വെയിറ്റ് കുറഞ്ഞ വിഭാഗത്തിൽ മത്സരിപ്പിക്കുന്നു. എന്നിട്ടോ 2 കിലോ ഒക്കെ കുറയ്ക്കുക എന്നൊക്കെ എവിടുത്തെ ന്യായമാണോ? ഇത് ആരോട് ഇതൊക്കെ പറയുന്നത്? എന്നാൽ ഈ മണ്ടത്തിന് വിളിച്ചു പറയാതിരിക്കരുതോ? ശരിക്കൊണ്ടല്ലോ, ഒരുത്തിന്റെ അടി കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നല്ലോ. ഞാൻ ആദ്യം തന്റെ ചെവിക്കിലൊക്കെ വെള്ളം തന്നെ, എന്നിട്ടുള്ളൂ ബാക്കി സംസാരമൊക്കെ. ഉഷമാരത്തിന്റെ അടുത്ത് നിന്ന് സംസാരിച്ച ആ ഡാഷ്മാനെ കുറിച്ച് ഞാനീ പറയുന്നത്. ഇവരൊക്കെ എങ്ങനെ എത്തി ഈ ലെവലുവരെയൊക്കെ? ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയക്കാരും ചാനലുകാരും ഒക്കെ പറയുന്നത് കേട്ടു, മുടിയൊന്ന് മുറിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ വ്യായാമം ചെയ്തിരുന്നെങ്കിൽ, വെള്ളം കുറച്ച് കുടിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ പലതും. ഇതന്നെ അവിടെ ഒളിമ്പിക്സ് നടത്തുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ലേ? അവിടെയുണ്ട് ഈ പറഞ്ഞ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. എല്ലാവരും ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം അവരുടെ നേരത്തെ തന്നെ ഉണ്ട്. ഈ 100 ഗ്രാം എന്നല്ല 10 ഗ്രാം കൂടിയാൽ പോലും അവിടെ ചാൻസ് ഇല്ല. ഇവിടെ എല്ലാവരും ഈ ഭോഗാത്തിനെ ന്യായീകരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. അല്ല എന്നെ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ അതൊക്കെ തന്നെ അനുശോചനം ചെയ്ത് അല്ല, ആശ്വസിപ്പിക്കലല്ല. ഞങ്ങൾ നിങ്ങളുടെ ഇതിന്റെ കൂടെ ഉണ്ടെന്ന്. എന്തിനാ കൂടെ? ഇനി ഇതുപോലത്തെ കള്ളത്തരം കാണിക്കാനോ? 53 കിലോയിൽ തന്നെ മത്സരിക്കണമായിരുന്നു. ഈ 29 വയസ്സായ പെണ്ണ് എന്തിനാണ് ഈ വെയിറ്റ് കുറച്ച് കാണിക്കാൻ പോയത്? ആ വിഭാഗത്തിൽപ്പെട്ട, അതായത് 50 കിലോ വെയിറ്റ് വിഭാഗത്തിൽ പങ്കെടുത്ത മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. 100 ഗ്രാം കൂടിയോ 10 ഗ്രാം കൂടിയോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെയിറ്റ് കുറച്ച് ഈ വിഭാഗത്തിൽ വന്ന് കയറിയ ആ മത്സരാർത്ഥി ഒരു ഏലിയൻ തന്നെയാണ്. യാതൊരു സംശയം വേണ്ട കാര്യത്തില്.
അപ്പോൾ ഈ ഒളിമ്പിക്സ് നടത്തുന്ന അവരുടെ അതിന്റെ ഭാരവാഹികൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ജസ്റ്റിസ് കൊടുത്തേ പറ്റൂ. ഈ സംഭവം പാകിസ്ഥാനിലെ ഒരു മത്സരാർത്ഥിയാണ് കാണിച്ചിരുന്നെങ്കിലോ ഇവിടെ കിടന്ന് നിങ്ങൾ എന്തുമാത്രം ബഹളം ഉണ്ടാക്കുമായിരുന്നു. പാകിസ്ഥാൻ അങ്ങനെയാണ്, അവരെല്ലാ തരത്തിലും ഷോർട്ട് കട്ട് നോക്കുന്നവരാണ്, അവർ മൊത്തം ബ്രൈബ്ഡാണ് ആ കൺട്രി മുഴുവൻ, ഇങ്ങനെ എന്തെല്ലാം പറയുമായിരുന്നു നിങ്ങൾ. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി ഈ പറഞ്ഞ പാകിസ്ഥാനും മറ്റു രാജ്യക്കാരും ഒക്കെ പറയുന്നത് കേൾക്കാനാണ് നമ്മളുടെ എല്ലാവരുടെയും കൂടെ വിധി. ഈ വിനേഷിന് മാത്രമല്ല, എന്റെയും വിധി അതാണ്. കേട്ടോണ്ട് മിണ്ടാതിരിക്കുക, ചുപ്ചാപ്പ്. രാത്രി മുഴുവൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. എന്തിന്? ഇന്നലത്തെ 2 മത്സരമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണ്ട ആ കുട്ടിയെ കൊണ്ട് രാത്രി മുഴുവൻ വർക്കൗട്ട് ചെയ്യിപ്പിച്ചെന്ന്. എന്നിട്ട് അതിനൊരു ക്യാപ്ഷനും കൂടെ, രാജ്യത്തിനോടുള്ള സ്നേഹം, മെഡലും കിട്ടണം എന്നുള്ള ഡിറ്റർമിനേഷൻ. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. എന്തിനായിരുന്നു ആ വർക്കൗട്ട് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായാലും എല്ലാവർക്കും. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തോ അനാവശ്യം വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യമില്ലാത്ത ഏതോ ഭക്ഷണം എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അതെന്തോ ഈ കൊച്ചിനെ കൊണ്ട് കഴിപ്പിച്ചു. അതിന്റെ ശരീരം ഓൾറെഡി പിഴിഞ്ഞ് അതിനകത്തെ മോയ്സ്ചർ മുഴുവൻ, വെള്ളം മുഴുവൻ മാറ്റി കളഞ്ഞിരിക്കുകയായിരുന്നു. ആരോ പറയുന്നത് കേട്ടു, ശരിയാണോന്ന് അറിയത്തില്ല, രക്തം വരെ ഊറ്റി കുറച്ച് കളഞ്ഞെന്ന്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. ഇതൊക്കെ ന്യായമാണോ ഈ കാണിക്കുന്നതൊക്കെ? ശരിയാണോ? എന്തെന്ന് മുടി വെട്ടി രക്തം ഊറ്റി കളഞ്ഞു, വേർത്തു, രാത്രി മുഴുവൻ വർക്കൗട്ട് ചെയ്യില്ല. അതായത് അടുത്ത ദിവസം രാവിലെ മത്സരവേദിയിൽ ഒരു ഫൈനൽ കളിക്കാൻ പോകേണ്ട ഒരു പെൺകുച്ചിനെ കൊണ്ട് രാത്രി മുഴുവൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇവൻ എവിടുത്തെ കോച്ചാണേ? ഇവനെ എങ്ങനെ എന്റെ കയ്യിലൊന്നും കിട്ടണം? ബാക്കിയൊന്നും പറയുന്നില്ല. നിന്റെ ഒന്നും കയ്യിൽ ഈ ഷോർട്ട് കട്ട് അല്ല വേറൊന്നും ഇല്ലേ? എങ്ങനെ എത്തിയുടെ ഈ ലെവലിലൊക്കെ കോച്ചാണെന്ന് പോലും. ഇവനൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇനി അടുത്ത വരാൻ പോകുന്ന കുട്ടികളുടെ കാര്യം, ഇതുപോലുള്ള ഉടായ്പകാരുടെ കയ്യിലേക്കല്ലേ അവരെ വിട്ടുകൊടുക്കുന്നത്? മാനിപ്പുലേഷൻ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് മറിക്കാം എന്ന് ചിന്തിക്കുന്ന ഈ കോച്ചുകൾ, ഈ മാനേജർമാര്, ഇവരെടുത്തിട്ടല്ലേ നമ്മുടെ കുട്ടികളെ ഇനിയും വിടുന്നത്? എങ്ങനെ സമാധാനമായിട്ട് വിടും? നിലയൊവ ഭക്ഷണവും കഴിപ്പിച്ച് 53 കിലോ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ആ പെൺകുച്ചിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും ഒക്കെ കൊടുത്ത് അതിന്റെ ആരോഗ്യം നിലനിർത്തിയിരുന്നെങ്കിൽ അത് 53 കിലോഗ്രാം വിഭാഗത്തിലെങ്കിലും മെഡൽ മേടിച്ചുകൊണ്ട് വരികയും ചെയ്തതന്നെ. ഈ കോച്ചുകളുടെ കുരുട്ടുബുദ്ധിയാണ് അതിനെ ഈ കുഴി കൊണ്ട് ചാടിച്ചിട്ട്. ഇവനൊക്കെ എന്താ, ശമ്പളം മേടിച്ചിട്ട് അങ്ങ് പോയച്ചാൽ മതി, അവന്റെയൊക്കെ ഭാവി തീർന്നതാണ്. ഇതുപോലെ കോച്ചായിട്ട് കുറച്ച് ശമ്പളം മേടിച്ചിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറെ കാലം എങ്ങനെയും കഴിഞ്ഞു പോയാൽ മതി. പക്ഷെ ഒരു സ്റ്റാറിനോ, ഒരു ചെറുപ്പക്കാരിക്ക് അവളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ബ്രിജ് ഭൂഷണിന്റെ കളിയാണിത്, അല്ലെങ്കിൽ അയാള് പാലം വലിച്ചതായിരിക്കും, ഇങ്ങനെയൊക്കെ പറയാതെ വെയിറ്റ് കൂടിയോ അത് അക്സെപ്റ്റ് ചെയ്യേ, മിണ്ടാതിരിക്കും, വീട്ടിൽ പോകും. ഇന്നലത്തെ ഈ രാത്രിയിലെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ മത്സരിക്കാൻ പോകേണ്ട അത് ഡിസ്ക്വാളിഫൈ ആയി, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. എങ്ങനെ അഡ്മിറ്റ് ആകാതിരിക്കും? ഇന്നലെ ഇട്ട് പിഴിയില്ലായിരുന്നു? മനുഷ്യനല്ലേ? വല്ല ഗ്ലൂക്കോസും കൊടുത്ത് കിടത്തിയിരിക്കുമായിരിക്കും. എന്നിട്ട് മെന്റൽ ട്രോമ എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ.